ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ദോശമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉഴുന്ന്, അതുപോലെ പച്ചരി, കുറച്ച് ഉലുവ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എത്രയൊക്കെ അളവിലാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയുടെ കണക്ക്, അതായത് ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഇപ്പോൾ അളവ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ല ഏത് അളവ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസിന്റെ അളവിനാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു എല്ലാത്തിന്റെയും ബേസ് ഈ ഒരു ഗ്ലാസ് ആയിരിക്കും. ഇനി പറയുന്നതിന്റെ അളവിൽ മുഴുവനും ഈ ഒരു ഗ്ലാസ്സിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് ഞാൻ നന്നായി കഴുകിയതിനു ശേഷം ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയുള്ള സമയത്ത് ഞാൻ അത്രയും സമയം ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചരി, അതല്ല എങ്കിൽ ഇഡ്ഡലി അരി എന്ന് പറഞ്ഞിട്ട് വേറെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമുക്ക് എടുത്താൽ മതി. അത് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് ഉലുവ, 1 സ്പൂണോളം ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട്, ഇതെല്ലാം ഞാൻ 1-2 പ്രാവശ്യം കഴുകിയതിനു ശേഷം 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മളൊന്ന് കുതിർത്ത് വെക്കുക. ഇത് ഞാൻ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ്സിൽ ഏത് ഗ്ലാസ് ആണെങ്കിലും അതിന്റെ ഡബിൾ ആയിരിക്കണം പച്ചരി അല്ലെങ്കിൽ അരി എടുക്കേണ്ടത്. അതുപോലെ 1 ടീസ്പൂണോളം ഞാൻ ഉലുവ, ഒരു ഗ്ലാസ് ഉഴുന്നിന് 1 ടീസ്പൂണോളം ഉലുവ. ഇത്രയും സാധനങ്ങൾ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമുക്ക് ഉഴുന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഉഴുന്ന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം നമുക്കൊരു 3 ഗ്ലാസ് അത്രയും മതി. നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉഴുന്നും അതുപോലെ 2 ഗ്ലാസ് പച്ചരിയും അരച്ചെടുക്കാനായിട്ട് മാക്സിമം 3 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുന്ന ഗ്ലാസിന്റെ അളവിന് അനുസരിച്ചിട്ടോ അത്രയും വെള്ളം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഉലുവയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഉലുവ ചേർക്കുന്നത് കുറച്ച് പുളിരസം കൂടാനും അതിനൊരു ഫ്ലേവർ വരാനും വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് 1/4 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് 1/4 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വെള്ളം നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് ഒരു 1.5 മിനിറ്റോളം ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഈ സെയിം ജാറിലോട്ട് തന്നെ അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നമ്മള് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി അരയ്ക്കുമ്പോഴാണെങ്കിലും വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ല എങ്കിൽ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇപ്പൊ ഞാൻ 1 തൊട്ട് 1/4 ഗ്ലാസ് വെള്ളം വരെ ഉഴുന്ന് അരയ്ക്കാനും അതേ സെയിം വെള്ളം തന്നെയാണ് ഞാൻ അരി അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരി അരയ്ക്കാനായിട്ട്. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഞാൻ മൊത്തം 2.5-3 ഗ്ലാസിന്റെ അടുത്ത് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും.
1/4 ഗ്ലാസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം 2.5 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഉഴുന്നരയ്ക്കാനും 1/4 ഗ്ലാസ് വെള്ളം അരി അരയ്ക്കാനായിട്ട്. അങ്ങനെ 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അരി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഉഴുന്ന് ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും അതുപോലെ ഉലുവയും അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ല എങ്കിൽ നമുക്ക് ഈ മിക്സിനൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ രണ്ടാമത് ഇനി അരച്ചെടുക്കുന്നില്ല. ഈ പാത്രത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ ഉപ്പ് ഈ സമയം ഇടില്ല. അതായത് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്താണ് ചിലർ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ സമയം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇപ്പം ആഡ് ചെയ്യാം. അതല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വെന്താൽ മതി. വെന്ത് ഉടഞ്ഞു പോകരുത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചു. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ പ്രഷറും പോയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഉടച്ച് നമുക്കൊന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. പിന്നെ നന്നായി ചൂടായതിനു ശേഷം 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ 1-2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്, ഇത് രണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ആ പച്ചമുളകൊന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തത് അതും കൂടെ ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു ചെറിയ സ്പൂണിന്റെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 നുള്ള് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ കടുകും അതുപോലെ ഉഴുന്നുപരിപ്പും പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു ചെറിയ ഗ്രാമ്പു, ഇത് രണ്ടും ഒന്ന്
ഇളക്കി മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലൊന്നും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കഴിഞ്ഞാൽ ഇതേ സ്മെല്ല് തന്നെ കിട്ടും. അതല്ല എങ്കിൽ ഒരു നുള്ള് മസാലപ്പൊടി ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മാറാൻ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഒരു 4-5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിള വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളകി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ലോ ടു മീഡിയത്തിലാണ് ഇടാനായിട്ട്. നമ്മളുടെ മസാല ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ 8 മണിക്കൂറിന് ശേഷം, അതായത് ഒരു ഓവർനൈറ്റ് മുഴുവനും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 8-9 മണിക്കൂറിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ നമുക്ക് ഒരു കയ്യിലായിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം. ഒറ്റ കയ്യിൽ മതിയാകും ഈ ഒരു പാന്. അതല്ല ഇതിനേക്കാൾ വലുതാണെങ്കിൽ 1.5 കയ്യിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. കളറ് ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നമ്മൾ ഒഴിച്ച മാവ് ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ നെയ്യ് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുമ്പോൾ നമുക്ക് മസാലയൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലാണോ മടക്കേണ്ടതെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എപ്പോഴും മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മീഡിയം തീയിലാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ തിന്നായിട്ടാണ് നമ്മൾ പരത്തുന്നത്. അത് കാരണം കൊണ്ട് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചട്ടി ഒരുപാട് ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചട്നിയുടെ കൂടെയാണെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാവുന്നതാണ്.